നിങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ നേരം സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരുപാട് നേരം TV ഷോസ് അല്ലെങ്കിൽ സിനിമയൊക്കെ കാണാറുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലേക്ക് ചാടി കളിക്കാറുണ്ടോ? ആൻഡ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ മാനസികമായിട്ട് വളരെ തളർന്നിരിക്കാറുണ്ടോ? ഇതിനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇതെന്താണ് സംഭവം? ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ടേം അല്ല, പക്ഷേ അതൊരു കൺസെപ്റ്റാണ്. നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഓവർലോഡ് ആകുമ്പോൾ, ഈ പുതിയ തലമുറയിലെ ശീലങ്ങൾ കാരണം ഓവർ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രെയിൻ റോട്ട്. നിങ്ങളുടെ മനസ്സ് ഒട്ടും ഷാർപ്പ് അല്ലാതായി പോവുക, ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ കഴിയാതിരിക്കുക, ആൻഡ് ശരിക്കും ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതിരിക്കുക, കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ സാധിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് സ്പോട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ്. ചില സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു കാര്യത്തിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. നിങ്ങൾ വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര സ്ട്രെസ്സാണ് ആൻഡ് മോട്ടിവേഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്കൊട്ടും ക്രിയേറ്റീവ് ആവാൻ സാധിക്കുന്നില്ല. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആവുന്നത് നോർമലാണ്, ബട്ട് മിക്ക ദിവസവും ഇത് തന്നെയാണെങ്കിലോ സ്ഥിതി, അപ്പോൾ പ്രോബ്ലമാണ്. നിങ്ങൾ ഭയങ്കര സ്റ്റക്കാവും ആൻഡ് അൺപ്രൊഡക്റ്റീവ് ആകും. നിങ്ങളുടെ ബ്രെയിൻ ഒരു മസിലാണെന്ന് കരുതുക. അതിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിലോ അത് വീക്ക് ആവാൻ തുടങ്ങും. ആൻഡ് ഇന്നത്തെ ഈ ലോകത്ത് ഒരിക്കലും തീരാത്ത ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഡോപ്പമൈൻ ഹിറ്റ്സ് കാരണം നമ്മൾ ഈ കാര്യം അറിഞ്ഞോ അറിയാതെയോ ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ബ്രെയിൻ റോട്ട് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നത്, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നത്, ആൻഡ് എങ്ങനെ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം എന്നൊക്കെയാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. വൈ ആർ യു ലൂസിങ് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ? നമുക്കിങ്ങനെ സംഭവിക്കുന്നത് ടോട്ടലി നമ്മുടെ മിസ്റ്റേക്ക് ആണോ? അല്ല. നമ്മുടെ ഈ പുതിയ ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസും നോട്ടിഫിക്കേഷൻസും ഡിസ്ട്രാക്ഷൻസും എല്ലാം നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻഡ് പാവം നമ്മുടെ ബ്രെയിന് ഇതിനോട് കീപ്പപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഓവർ സ്റ്റിമുലേഷൻ ഫ്രം ടെക്നോളജി. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഓരോ തവണ ഒരു ലൈക്ക് കിട്ടുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഒരു മെസ്സേജ് വരുമ്പോഴും ഒക്കെ നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഡോപ്പമൈൻ ഹിറ്റ് ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ഗുഡ് ഫീലിംഗ് നൽകുന്ന കെമിക്കലാണ് ഡോപ്പമൈൻ. ബട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഡോപ്പമൈൻ ഹിറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബ്രെയിനിന് വീണ്ടും അത് കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് തോന്നും. അങ്ങനെ അതിനായിട്ട് നിങ്ങൾ മണിക്കൂറുകൾ നേരം പിന്നെയും സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ കുറേ ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യും. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതോടൊപ്പം ഒരു ടാസ്കിൻ്റെ ഇടയിൽ വേറെ ടാസ്കുകൾ ചെയ്യുന്നതും ഫോക്കസ് കൂടുതൽ നഷ്ടപ്പെടാനായിട്ട് കാരണമാവും. അടുത്തത് ലാക്ക് ഓഫ് റെസ്റ്റ് ആണ്. നിങ്ങളുടെ ബ്രെയിൻ ഒരു ബാറ്ററി പോലെയാണ്. അതിന് റീചാർജ് ചെയ്യാനും കുറച്ച് ടൈം വേണം. ആവശ്യത്തിന് റെസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ദെൻ അത് ശരിക്കും വർക്ക് ചെയ്യില്ല. രാത്രി ഉറക്കം കിട്ടാതിരിക്കുന്നതിന് ഇതൊരു കാരണമാവാം. ഒരുപാട് നേരം രാത്രി സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ സീരീസും സിനിമയും ഒക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ദെൻ അത് നിങ്ങളുടെ ഉറക്കത്തെ ബാധിക്കുകയും നിങ്ങളുടെ ബ്രെയിൻ വളരെ ടയേർഡ് ആവുകയും പിന്നെ മറ്റ് ജോലികളിലൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യും. മറ്റൊരു കാര്യം നിങ്ങളുടെ മോശം ശീലങ്ങളാണ്. പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, അതായത് മോശം ആഹാരശീലങ്ങൾ ലൈക്ക് ഓവറായിട്ട് ജങ്ക് ഫുഡും ഷുഗർ അടങ്ങിയിട്ടുള്ള ഫുഡും ഒക്കെ കഴിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനിനെ ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും ആൻഡ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും. അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരികമായിട്ടുള്ള ആക്ടിവിറ്റീസ് കുറവാണെങ്കിലും പ്രോബ്ലമാണ്. സോ എക്സസൈസ് ഒക്കെ ചെയ്തിരിക്കണം. സോ നിങ്ങളുടെ ബ്രെയിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്താൽ, അതിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഫുഡ് കൊടുക്കാതിരുന്നാൽ ദെൻ നിങ്ങളുടെ ബ്രെയിനിലെ കണക്ഷൻസും, അതായത് ന്യൂറൽ പാത്ത് വേസ് വീക്ക് ആവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോക്കസ് കുറയും, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും അത് അഫക്റ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ അക്കാഡമിക് ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ഒക്കെ വളരെ മോശമായിട്ടായിരിക്കും ബാധിക്കുന്നത്. പഠിക്കാൻ കഴിയുന്നില്ല, പ്രോക്രാസ്റ്റിനേഷൻ, അതേപോലെ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ആളുകളോട് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, റിയൽ ലൈഫിൽ ആളുകളോട് സംസാരിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും എനർജി വളരെ കുറവാണ്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊക്കെ ഇത് കാരണമാവാം. സോ നിങ്ങൾക്കിപ്പോൾ ഈ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെ ഇത് ഫിക്സ് ചെയ്യാം എന്ന് നോക്കിയാലോ. ഹൗ ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ. സോ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. സോ ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്പർ 1, ഡെലിബറേറ്റ് ഡോപ്പമൈൻ ഫാസ്റ്റിംഗ്. നിങ്ങളുടെ ബ്രെയിൻ ഈ സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻസ്, ജങ്ക് ഫുഡ് ഇതൊക്കെ കാരണം ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്, നമ്മൾ പറഞ്ഞല്ലോ. സോ ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം റീസെറ്റ് ചെയ്യും. സോ ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹൈ സ്റ്റിമുലേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഫോണ്, ജങ്ക് ഫുഡ്, ഇതിൽ നിന്നൊക്കെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒരു ഫുൾ ഡേ തന്നെ ബ്രേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനുള്ള ഹെൽത്തി, സിമ്പിൾ ആൻഡ് മീനിങ് ഫുൾ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങളെ കണ്ടെത്താൻ സാധിക്കും. നമ്പർ 2,
ക്രിയേറ്റ് ബ്രെയിൻ ഡെഡ് ടൈം. നിങ്ങളൊന്നും ചെയ്യാതിരിക്കാനുള്ള ടൈം സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അതായത് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ മൈൻഡിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് വാണ്ടർ ചെയ്യാൻ വിടണം. ഇത് നിങ്ങളുടെ DMN അഥവാ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്ത് ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡീപ്പർ ഇൻസൈറ്റ്സ് ഒക്കെ സ്പാർക്ക് ചെയ്യും. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ചുമരിലേക്ക് നോക്കിയിരിക്കുക, നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബെഡിൽ ചുമ്മാ കിടക്കാം. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് അവോയ്ഡ് ചെയ്യുക. നമ്പർ 3, മൈക്രോ അഡ്വഞ്ചേഴ്സ് ഫോർ മെൻ്റൽ ഗ്രോത്ത്. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വന്ന് നിങ്ങളുടെ റൂട്ടീൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിനെ ചലഞ്ച് ചെയ്യുകയും പുതിയ ന്യൂറൽ പാത്വേസ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, സ്കൂളിലേക്ക് അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴിയിലൂടെ പോയി നോക്കുക. നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത് നോക്കാത്ത എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ അത് ചെയ്തു നോക്കാം. നിങ്ങളുടെ സ്വന്തം സിറ്റി തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കാം, എക്സെട്ര. നമ്പർ 4, ബ്രെയിൻ സ്റ്റോം ത്രൂ റിവേഴ്സ് തിങ്കിങ്. സാധാരണ രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ഫോളോ ചെയ്യാം, നേരെ റിവേഴ്സ്. അതായത് നിങ്ങൾക്കിപ്പോൾ നല്ലോണം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പഠനത്തെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്യുക, ദെൻ അത് അവോയ്ഡ് ചെയ്യാം. ഇത് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, ഗെയിമിഫൈ യുവർ ഫോക്കസ്. നമ്മുടെ ബ്രെയിന് ഈ ഗെയിംസ് ആൻഡ് റിവാർഡ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അത് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ഒരു ഗെയിം ആക്കി മാറ്റുക. ഓരോ ടാസ്കിനും പോയിന്റ്സ് അസൈൻ ചെയ്യുക ആൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, റിവാർഡ് ചെയ്യാം. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആപ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്പർ 6, യൂസ് പാറ്റേൺ ഇൻട്രപ്റ്റ്സ് ടു റീസെറ്റ്. ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ ഈ പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൽ സ്റ്റക്കായി പോകും അല്ലേ? അത് പാറ്റേൺ ഇൻട്രപ്റ്റ് വഴി ബ്രേക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആവുമ്പോൾ തണുത്ത വെള്ളത്തിൽ ഒന്ന് പോയിട്ട് കുളിക്കാം, ഒരു 10 ജമ്പിങ് ജാക്സ് അല്ലെങ്കിൽ 10 പുഷപ്പ് എടുക്കുക, ക്ലാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഉറക്കെ പറയുക, ഫോക്കസ്. ഇതൊക്കെ നിങ്ങൾക്ക് സില്ലി ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ് വർക്ക്സ്. ട്രൈ ഇറ്റ്. നമ്പർ 7, മ്യൂസിക് ആൻഡ് സൗണ്ട്സ്. ഓഡിറ്ററി സ്റ്റിമുലേഷൻ, അതായത് കേൾക്കുന്ന കാര്യങ്ങളോട് ബ്രെയിൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. സോ അതൊരു ബ്രെയിൻ ഹാക്കിന് യൂസ് ചെയ്യാം. ബൈനോറൽ ബീറ്റ്സ്, ഇത് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടാനും റിലാക്സ് ആവാനും ക്രിയേറ്റീവ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ആംബിയൻറ്റ് സൗണ്ട് സ്കേപ്സ്, കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സൗണ്ട്, റെയിൻ ഫോറസ്റ്റ്, ഓഷ്യൻ വേവ്സ്, ഇത്തരത്തിലുള്ള സൗണ്ട് ഫോക്കസ് ആൻഡ് മൂഡ് ഇമ്പ്രൂവ് ചെയ്യും. സൈലൻറ്റ് നോയ്സ്, 10 to 15 മിനിറ്റ്സ് സൈലൻ്റ് ആയിട്ടിരിക്കുക. സോ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരാൻ എപ്പോഴും കൺവെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പകരം ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ബ്രെയിൻ റോട്ട്, എങ്ങനെ അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നു ആൻഡ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം എന്നൊക്കെ. ബട്ട് നോളജ് വിത്തൗട്ട് ആക്ഷൻ ഈസ് യൂസ്ലെസ്, കംപ്ലീറ്റ്ലി യൂസ്ലെസ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ തിരിച്ച് കൺട്രോളിലേക്ക് കൊണ്ടുവരാം. യു ക്യാൻ ഗ്രോ. ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരെണ്ണം ആദ്യം ചൂസ് ചെയ്യുക. ഡോപ്പമൈൻ ഫാസ്റ്റിംഗ്, ഡെലിബറേറ്റ് ബോർഡം, അങ്ങനെ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതൊരെണ്ണം ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ടെക്നിക്ക് ചൂസ് ചെയ്തിട്ട് ദെൻ ഡു ഇറ്റ്. എന്നിട്ട് പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാം ആൻഡ് സെലിബ്രേറ്റ് യുവർ വിൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.